നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എറണാകുളം ഓഫീസിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ വിജിലൻസ് പിടികൂടി. കൊല്ലം കടയ്ക്കൽ സ്വദേശിയും കുറവങ്കോണം പണ്ഡിറ്റ് കോളനിയിൽ താമസക്കാരനുമായ ഗ്യാസ് ഏജൻസി ഉടമയുടെ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 7:30 കൈക്കൂലി പണത്തിലെ വിഹിതമായ 2 ലക്ഷം രൂപ കൈപ്പറ്റാൻ മനോജിന്റെ തിരുവനന്തപുരം കവടിയാറിലെ വീട്ടിലെത്തി 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലാകുന്നത്. അലക്സ് മാത്യുവിനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധനയിൽ ECGയിൽ വ്യത്യാസം കാണിച്ചതിനെ തുടർന്നാണ് അഡ്മിറ്റ് ചെയ്തത്. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകളുടെയും അനധികൃത നിക്ഷേപത്തിന്റെയും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും 7 കുപ്പി വിദേശ മദ്യവുമാണ് പിടിച്ചെടുത്തത്. വസ്തുക്കൾ വാങ്ങിയതിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും കാർ ഓടിച്ച് തിരുവനന്തപുരത്ത് ഗ്യാസ് ഏജൻസി ഉടമയായ മനോജിന്റെ വീട്ടിലെത്തി കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലാകുന്നത്. മറിഞ്ഞു നിന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇയാളെ വീട്ടിൽ വെച്ച് തന്നെ പിടികൂടുകയായിരുന്നു. അലക്സ് മാത്യുവിന്റെ വാഹനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വരുന്ന വഴി മറ്റൊരാളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായാണ് സംശയമുള്ളത്. പിന്നാലെ അലക്സിന്റെ എറണാകുളം കടവന്ത്രയിലെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. അലക്സ് മാത്യുവിനെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ 10 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതിയുണ്ടായിരുന്നത്. IOCക്ക് കീഴിൽ നിരവധി ഗ്യാസ് ഏജൻസികളുടെ ഉടമയാണ് മനോജ്. എന്നാൽ പുതുതായി വന്ന മറ്റ് ഗ്യാസ് ഏജൻസികളിലേക്ക് മനോജിന്റെ ഉപഭോക്താക്കളിൽ നിന്ന് നിരവധി പേരെ മാറ്റിയിരുന്നു. ഇനിയും 20,000-ഓളം ഉപഭോക്താക്കളെ മാറ്റുമെന്നും ഇത് ചെയ്യാതിരിക്കാൻ പണം നൽകണമെന്നുമായിരുന്നു അലക്സ് മാത്യുവിന്റെ ആവശ്യം. ഇതിനായാണ് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പണം നൽകണമെന്നായിരുന്നു ഇവർ ധാരണയായിരുന്നത്. എന്നാൽ പക്ഷേ മനോജ് ഇക്കാര്യം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. മനോജിന്റെ വീട്ടിലെത്തി അലക്സ് മാത്യു പണം കൈപ്പറ്റിയ ഉടൻ തന്നെ വിജിലൻസ് എത്തി പരിശോധിച്ച് അറസ്റ്റ് ചെയ്തു. പരാതിക്കാരൻ ഭാര്യയുടെ പേരിൽ കൊല്ലം കടയ്ക്കലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലൈസൻസ് ഉള്ള ഗ്യാസ് ഏജൻസി നടത്തുകയാണ്. 2 മാസം മുമ്പ് അലക്സ് മാത്യു പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്നും വീട്ടിലെത്താൻ എന്നും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതുപ്രകാരം വീട്ടിലെത്തിയപ്പോഴാണ് കടയ്ക്കലിലെ ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ അടുത്തുള്ള മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ 10 ലക്ഷം രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതിക്കാരൻ തുക നൽകാൻ സാധിക്കില്ല എന്ന് മറുപടി പറഞ്ഞു. ഇതിനെ തുടർന്ന് കടയ്ക്കലെ ഏജൻസിയിൽ നിന്ന് ഏകദേശം 1200 കണക്ഷൻ അലക്സ് മാത്യു മാറ്റി മറ്റൊരു ഏജൻസിക്ക് നൽകി. ശേഷം പരാതിക്കാരനെ വിളിച്ച് ഇയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്നും തുക അവിടെ വെച്ച് നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പരാതിക്കാരൻ പൂജപ്പുരയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് സൂപ്രണ്ടിനെ വിവരം അറിയിച്ചത്. അലക്സ് മാത്യുവിന്റെ എറണാകുളത്തെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. അലക്സ് മാത്യുവിനെതിരെ ഗതികെട്ടാണ് പരാതി നൽകിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഒരുപാട് ഏജൻസികളിൽ നിന്ന് അലക്സ് മാത്യു ഇങ്ങനെ പൈസ വാങ്ങിക്കാറുണ്ട്. പൈസ വാങ്ങാനുള്ള സാഹചര്യം പുള്ളി തന്നെ സൃഷ്ടിക്കും. പൈസ കൊടുത്താലും ഇത് അവസാനിക്കില്ല. അദ്ദേഹത്തിന് ഇനിയും 1.5 വർഷക്കാലം കൂടി സർവീസ് ഉണ്ട്. ഒരുപാട് ആലോചിച്ചു, ഒടുവിൽ സഹികെട്ടാണ് വിജിലൻസിൽ പരാതി നൽകിയത് എന്ന് പരാതിക്കാരൻ പറയുന്നു. ഇതിനു മുമ്പും അലക്സ് മാത്യു കൈക്കൂലി വാങ്ങി പുതിയ ഏജൻസികൾക്ക് ഉപഭോക്താക്കളെ മാറ്റി നൽകിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഇടുക്കിയിലെ ഏജൻസിയിൽ നിന്ന് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നുമാണ് പരാതിക്കാരൻ മനോജ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. IOCയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസരം ലഭിച്ചില്ല എന്നും മനോജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏജൻസി മാറ്റത്തിലൂടെ 100 കണക്കിന് ഉപഭോക്താക്കളെയും ഉദ്യോഗസ്ഥർ ദ്രോഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അലക്സ് മാത്യുവിന്റെ കടവന്ത്ര ചിലവന്നൂരിലെ വീട്ടിലാണ് ശനിയാഴ്ച രാത്രി എറണാകുളം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത്. എറണാകുളം വിജിലൻസ് മധ്യമേഖല SP-യുടെ നേതൃത്വത്തിലുള്ള 15 അംഗ സംഘത്തിന്റെ പരിശോധന രാത്രി വൈകിയും തുടർന്നിരുന്നു. അലക്സ് മാത്യുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശോധന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.